ഇത് ചന്ദ്രിക, ഉഡായിപ്പ് ചന്ദ്രി എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയൂ. ദുബായിൽ ഉഡായിപ്പൊന്നും നടക്കാതെ തിരിച്ച് നാട്ടിലെത്തിയ ചന്ദ്രിയുടെ ഉഡായിപ്പുകൾ ഇവിടെ തുടരുന്നു. മൂവാറ്റുപുഴയിലെ പെണ്ണിനെ പോയി കാണാൻ പറഞ്ഞിട്ട് എന്താടാ ഓരോ കാര്യവും പറഞ്ഞോണ്ട് പോകാതെ ഇരിക്കണേണ്. എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അന്യജാതിക്കാരനെ വീട്ടിലോട്ട് കയറ്റി കൊണ്ടുവരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലുണ്ടല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞൊക്കെ എന്റെ സ്വഭാവം അറിയില്ല. ചൂലും കെട്ടി എന്റെ അമ്മ ഒന്നും ഉണ്ടായിരിക്കും, രാവിലെ തന്നെ തുടങ്ങൂല നാട്ടുകാരെ അറിയിക്കാനായിട്ട്. ഗുഡ് മോർണിംഗ് മോനെ. ഇന്നത്തേക്കുള്ളതായി. എടി സുഭദ്രെ, നീ അറിഞ്ഞ നമ്മുടെ സുകുമാരിയുടെ മോനിൽ ആരെ ഇറക്കി കൊണ്ടുവരാൻ പോണെന്ന് വേറെ ജാതിയാറ്റെന്നാ തോന്നണം. അവക്ക് എന്ത് പവറായിരുന്നു. അവക്ക് അങ്ങനെ തന്നെ വേണം. വടി നീ വാ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം. ഓ വേണ്ടടി, ഇപ്പൊ തന്നെ വൈകിയ കാരണോത്തി മുറുമുറുത്തോണ്ട് ഇവിടെ ഇരിപ്പുണ്ടാവും. പോത്തേറ്റ രണ്ടു വീട്ടിലും കൂടി പറയാനുണ്ടേ. ഓ രണ്ടും ബാധിക്കെ തന്നെ ഉണ്ടല്ലോ. ഇന്ന് പിന്നെ എന്ത് കാര്യം പറയാവോ. കാലത്ത് 7:30 വരേണ്ടതല്ലേ ചന്ദ്രി? ഇപ്പം മണി 9:30 വൈകുന്നേരം പോകുന്ന വഴിക്ക് പോരെ നിന്റെ പരദൂഷണം. ഭാരതീയമ്മ പരദൂഷണമല്ല, നമ്മുടെ സുകുമാരി ഇല്ലേ. കാലത്തേക്കുള്ള കാപ്പിയും പലഹാരവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായി, വിഷമിട്ട് വയ്യായിരുന്നു. ഉച്ചക്കേക്ക് വല്ലതും ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ ആവോ? ഓ എന്തിനാടോ? ആ എന്തിനാ വേണ്ടെന്ന് വെച്ചിട്ടാ തലയിൽ കയറിയത്. ബീൻസും ക്യാരറ്റും മാത്രമല്ലല്ലോ. നാര് കളഞ്ഞ് എന്നെ കൊണ്ടൊന്നും പറ്റൂല. ക്യാരറ്റ് ആണെങ്കിൽ കുഞ്ഞുനാന്നരിയണം. നല്ല പയറുതോരനോ ഇന്ന് പയറുതോരനും പരിപ്പ് കറിയും വേണ്ട കേട്ടോ. ഈ ആഴ്ച 3 ദിവസം അത് തന്നെ ആയിരുന്നു. ഓ പിള്ളേരൊക്കെ എത്ര പെട്ടെന്ന് വലുതാവുന്നല്ലേ. നമ്മളിനി എത്ര കാലമെന്ന് വെച്ചിട്ടാ മക്കളെയൊക്കെ കാണാൻ കൊതിയാവുന്നു. ഈ ഓണത്തിനെങ്കിലും. ഇതെന്താ? അല്ല ഇനിയിപ്പോ ഉച്ചക്കത്തേക്കാവുമ്പത്തേക്കും കുറച്ച് സമയം പിടിക്കും. അതുവരെ. ആഹാ, അപ്പൊ ഓണസദ്യ ഉണ്ടാക്കണമെങ്കിൽ ചന്ദ്ര നാളെ തന്നെ പണി തുടങ്ങണമല്ലോ. അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത്തവണ ഓർഡർ അല്ലേ ഓണസദ്യ? അല്ല, ഓർഡർ അല്ല. ചന്ദ്രയുടെ കൈ കൊണ്ട് ഒരു ഓണസദ്യ കഴിച്ചിട്ട് മരിച്ചാ മതി. എന്റെ കൈ കൊണ്ട് സദ്യ ഉണ്ടാക്കി കഴിച്ചത് തന്നെ. താൻ വിഷമിക്കണ്ടോ, ഈ ഓണത്തിന് എല്ലാവരും ഞാനൊന്ന് വിളിക്കാം. 2 മണിക്കൂറത്തെ യാത്രയല്ലേ. വേണ്ട, അങ്ങനെ നിങ്ങൾ കെഞ്ചി വെച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ഇതിപ്പോ എത്ര വർഷമായി? 3 വർഷമായില്ലേ. ഒന്ന് ഫോൺ വിളിച്ചാൽ എടുത്താലായി. മനസ്സാ തോന്നിയ വരെ അച്ഛ വരട്ടെ. അവിടേക്ക് ഞാൻ നന്നായി തുടച്ചതാ ചന്ദ്രി. നീ അടുക്കളയിൽ വല്ല പണിയുണ്ടോ നോക്ക്. ആരൊക്കെ ചെവി കൊണ്ട് കേട്ടതല്ലേ. ഇപ്പൊ തന്നെ ഒരു ന്യൂസ് വരാൻ പോണുണ്ട്. വേറെന്ത് വിശേഷങ്ങളത്തെ കാരണവരും തമ്മിൽ ഒരു പേരിന് പോലും വഴക്കിടലടി. ഇങ്ങനെ ഉണ്ടാവോ? എനിക്കിവിടെ പരമ ബോറടിയാണ്. ഞാൻ വേറെ നോക്കണുണ്ട്. എന്ത്? എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചന്ദ്രി, നീ വൈകുന്നേരം പോകുമ്പോഴേ 4-5 വിറക് കയറി വെച്ചിട്ട് പോണം കേട്ടോ. അയ്യോ ഭാരതമ്മ, എനിക്ക് ഇന്ന സമയമില്ലെങ്കിൽ വിലാസ് ചേച്ചി വീട്ടിലൊന്ന് പോണേ. എന്റെ പൊന്നു ചന്ദ്രി, നീ ഒരു പണി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലൊന്ന് ഇരുന്ന് തന്നാ മതി. ശമ്പളം തരുന്ന എനിക്കെങ്കിലും വേണ്ട ഇച്ചിരി സമാധാനം. ഹലോ, ആ അവിടെ ഓണാഘോഷ പരിപാടി എവിടം വരെ ആയി? ഓ ഇവിടെ എന്നാ ഓണം ആടി. പിള്ളേരൊന്നും ഇങ്ങോട്ട് വരുന്നൊന്നുമില്ലല്ലോ. ഇത്തവണേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ കാണാൻ ആരാണ് വരുന്നത് വെച്ചാ അവർക്ക് നമ്മൾ ആ സ്വത്തം എഴുതി കൊടുക്കും. ആ അത് തന്നെ. ആ എന്നാ നിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കട്ടെ. ആ ശരി. ഹലോ മോളെ, ഇത്തവണ ഒരു ഓണം ബമ്പർ ഉണ്ട്. ചന്ദ്രി വെറുതെ വിളിക്കില്ലെന്നറിയാല. അതിന് മുമ്പായിട്ട് ഒരു 10,000 രൂപ ചന്ദ്രയുടെ അക്കൗണ്ടിലോട്ട് ഇടണം. മോക്ക് നല്ലോണം തടയണ ഒരു കാര്യമാണ്. പറയട്ടെ, ഇത്തവണ അച്ഛനും അമ്മേനെയും കാണാൻ ഏത് മക്കളാണോ വരുന്നത് അവർക്കാണ് ഈ സ്വത്ത് മുഴുവൻ. അമ്മ പറയണത് ഞാൻ കേട്ടതല്ലേ. പിന്നെ 10,000 രൂപ ഒരു 5 മിനിറ്റ് ഞാൻ നോക്കും. അപ്പോഴേക്കും വന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ആളെ വിളിക്കുവേ. ശരി. ഹലോ ദീപു മോനെ, ഇത്തവണ ഒരു ഓണം ബമ്പറുണ്ട്. ഹലോ അമ്മുക്കുട്ടി, ഇത്തവണ ഒരു ഓണം ബമ്പറുണ്ടേ. അമ്മ
നീ എന്താണ് ഇവിടെ? പിന്നെ ഓണത്തിന് അമ്മയും അച്ഛനെയും കാണാതെ അച്ഛനമ്മയ്ക്ക് ഓണക്കോടി. ഇന്ന് അമ്മ എന്റെ കഥ. നീ അല്ലേടി പറഞ്ഞത് ആരും വരൂലെന്ന്? എല്ലാ ജനവാദികളും വന്നിട്ടുണ്ടല്ലോ. ഒന്നും മിണ്ടാതിരുന്ന ഒരു ഓണക്കോടി പോലും വാങ്ങിയിട്ടില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ ചന്ദ്രി എവിടെ? എന്റെ 10,000 രൂപ ഒന്നേങ്ങോട്ട്. 1, 2, 3 അപ്പൊ വേണമെന്ന് വെച്ചാൽ എല്ലാത്തിനും വരാനൊക്കെ അറിയാം. എല്ലാത്തിനും ഞാനിന്ന് പണിയെടുപ്പിച്ച് ശരിയാക്കും. നീ ഇവിടെ തിരുവാതിര കളിക്കാൻ വേണ്ടി വന്നതാണ്. അമ്മയുടെ സ്വത്തിന്റെ കാര്യം ചോദിക്കണല്ലേ? ഞാനിങ്ങനെ അമ്മേനോട് ചോദിക്കാനാണ്. ഞാൻ ചന്ദ്രനൊന്ന് പോയി നോക്കട്ടെ. എടി ചന്ദ്രി, നീയല്ലേ പറഞ്ഞത് ഓണത്തിന് വരുമ്പോ അമ്മ സ്വത്ത് ഞങ്ങളുടെ പേരിലേക്ക് എഴുതി തരുമെന്ന്? അത് പിന്നെ ഭാരതിയമ്മ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളോട് 3 പേരോട് എനിക്ക് ഒരേപോലെ സ്നേഹമുള്ളതുകൊണ്ട് 3 പേരോടും പറഞ്ഞെന്ന് മാത്രം. ഇതേ ഭാരതിയമ്മ പറഞ്ഞതാണ്. മനുഷ്യനെ കൊണ്ടുള്ള പണി മൊത്തം എടുപ്പിച്ചിട്ട് അപ്പൊ പൈസ വാങ്ങിച്ചതോ? എന്താ എന്താ ഇവിടുത്തെ ബഹളം? എന്താ ഭാരതിയമ്മ പറഞ്ഞല്ലേ ഏത് മക്കളാണോ ഓണത്തിന് തന്നെ അവർക്കൊക്കെ സ്വത്തൊക്കെ കൊടുക്കൂന്ന്? ഞാനിപ്പോ പറഞ്ഞു. ഭാരതിയമ്മ ഫോണിൽ പറഞ്ഞതേ. ചന്ദ്രി, ഇനിയിപ്പോ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ദീപാവലി വരും, ക്രിസ്മസ് വരും, വിഷു വരും, പിന്നെ ഓണം വരും. കിടക്കുമല്ലേ? ഇവരിനി വരട്ടെ. അതെ, മര്യാദക്ക് എന്റെ 10,000 രൂപ ഇങ്ങോട്ട് എടുത്തേ. എന്ത് നിക്കാൻ? മര്യാദ കാശ് ഇങ്ങോട്ട് എടുത്തേ. അത് നിങ്ങൾ ഇട്ടപ്പോ തന്നെ ബാങ്കുകാര് വലിച്ച്. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ കാശല്ലേ വേണ്ടത്? 2 ഓണം പമ്പർ എടുത്തിട്ടുണ്ട്. ഇതങ്ങ് നിങ്ങൾ വീതിച്ചെടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി. ചന്ദ്രി.